ഡോക്ടർ പ്രേംകുമാർ, നോക്കൂ, ഈ സിനിമ എന്നുള്ളത് ഏറ്റവും വലിയ അസംഘടിത മേഖലയാണ് എന്നുള്ളത് നമുക്കറിയാം. സാധാരണഗതിയിൽ ഒരു സെറ്റിൽ വന്നു പോകുന്ന ആളുകളെ കുറിച്ച് പോലും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെട്ടവർക്കുണ്ടോ എന്നത് പോലും സംശയമാണ്. അങ്ങനെ ഒരു മേഖലയിൽ ഈ വഴിമാറ്റി വിടൽ എത്ര എളുപ്പമാണ് എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഏറ്റവും ഗുരുതരമായി ചർച്ച ചെയ്യേണ്ട ഈ തൊഴിലിൽ നേരിടുന്ന വിവേചനം, അല്ലെങ്കിൽ ഈ തൊഴിൽ മേഖലയിൽ നേരിടുന്ന അനീതി, ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നിട്ട് പോലുമില്ല. അപ്പോൾ ഇനിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട മേഖലകൾ ഒരുപാടാണ് നമുക്ക് മുന്നിൽ എന്നുള്ളതല്ലേ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഈ സമൂഹം എത്രമാത്രം പോയിട്ടുണ്ട്? ഈ ജെൻഡർ ഇൻജസ്റ്റിസ് എന്നുള്ളത് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തോളം നമ്മുടെ ടിപ്പിക്കൽ മാർക്സിയൻ തിയറിയൊക്കെ അനുസരിച്ച് ഫാമിലി ഉണ്ടായി വന്ന, പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് മാറിയിട്ട് ഫാമിലി ഉണ്ടായി വന്ന അന്ന് മുതൽ നിൽക്കുന്ന ഏറ്റവും കൊടിയ അനീതിയാണ്, ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആണ്. അതിനെ തിരുത്തുക എന്നുള്ളത് ഒരു ദിവസമോ ഒരു നൂറ്റാണ്ട് കൊണ്ടോ പോലും നടക്കുന്ന കാര്യവുമല്ല, എളുപ്പമുള്ള കാര്യവുമല്ല. പക്ഷേ നടി ആക്രമിക്കപ്പെട്ട 2017 ആ സംഭവത്തിന് ശേഷം കേരളത്തിലെ പൊതുസമൂഹവും അന്നും ഇന്നും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരും എസ്പെഷ്യലി സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും എടുത്ത വളരെ കർശനമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദിലീപിനെ പോലുള്ള വലിയൊരു മാഫിയ ഗാങ് ലീഡർ 90 ദിവസമാണെങ്കിൽ 90 ദിവസം ആലുവ ജയിലിൽ കിടന്നതും തങ്ങളുടെ ജീവിതവും കരിയറും എല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം പെണ്ണുങ്ങൾ WCC എന്നുള്ള പേരിൽ സംഘടിച്ച് അവൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് വരെ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ട നടിക്ക് ചെറിയൊരു മനോവിഷമമുണ്ടായ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അത് തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്തായിരുന്നത്. മുഖ്യമന്ത്രി തന്നെ അവരെ വിളിച്ച് നേരിട്ട് സംസാരിക്കുകയും അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയ ആ നടിയുടെ വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയും റിയഷ്യൂറിംഗ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കേരളത്തിലെ LDF സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു. പക്ഷേ സങ്കടത്തോടെ തന്നെ ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞത് പറയട്ടെ, ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ആ ഉത്സാഹത്തിന്, ആ ജാഗ്രതയ്ക്ക്, ആ രൂക്ഷതയ്ക്ക്, ആ കാർക്കശ്യത്തിന് ചെറിയൊരു ഡയല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നുവെന്ന് വിമർശന ബുദ്ധിയോടെ തന്നെ, വിമർശനം എന്നുള്ള രീതിയിൽ തന്നെ പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ ആ പറഞ്ഞതിനെ ഞാനടക്കമുള്ള കുറെ ആളുകൾ കേരളത്തിലെ മൊത്തം പൊതുസമൂഹം പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പോലും ഷെയർ ചെയ്തിട്ടുള്ള ആങ്സൈറ്റിയും ആ ആങ്സ്റ്റും കേരള സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടിയും LDFും എല്ലാം ഏറ്റെടുക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പ്രോആക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയായിട്ട് ഉണ്ടായിരിക്കുന്നു. അത് മാത്രവുമല്ല സിത, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പരാതി തന്നാൽ നടപടിയെടുക്കാം എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ഘട്ടം മാറിയിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഫിലിം ലോകത്തിലെ ഏറ്റവും സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ രഞ്ജിത്ത് എന്നുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, അതായത് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിൻ്റെ അൺഎഡിറ്റഡ് വേർഷൻ ചലച്ചിത്ര അക്കാദമിക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് ഒരു ഘട്ടത്തിൽ SPIO സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറോട് പറഞ്ഞിരുന്നു. എന്തിന്? ഇതിന്റെ മുകളിൽ ഒരു പോളിസി രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. ആ പൊസിഷനിൽ ഇരിക്കുന്ന രഞ്ജിത്ത് എന്നുള്ള ആൾ 24 മണിക്കൂറാണെങ്കിൽ 24 മണിക്കൂർ വൈകിയിട്ടും അയാൾ പിടിച്ചെടുത്ത് നിന്ന് അയാളെ പിടിച്ചിറക്കാൻ ഒരു മടിയുമില്ലാതെ പിടിച്ചിറക്കാനുള്ള തീരുമാനം കേരളത്തെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യുന്നു. 4 ഫയർ ബ്രാൻഡ് ഫീമെയിൽ ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ് ഉള്ള. നോക്കൂ അതിനുശേഷം നോക്കൂ നിങ്ങൾ, ഏറ്റവും താഴേക്കിടയിലുള്ള അഭിനേത്രികൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരിടത്തും നമുക്ക് അറിയാത്ത ആളുകൾ എത്ര ഭീകരമായ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നു. എന്തുകൊണ്ടാണ് അവരിപ്പോൾ തുറന്നു പറയുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് ഉത്തരം, എന്തുകൊണ്ട് ഇതുവരെ ഇങ്ങനൊരു സിറ്റുവേഷൻ കേരളം പോലുള്ളൊരു സമൂഹത്തിൽ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നുള്ള ആ ചോദ്യം നമ്മളുടെ മുഖത്താണ് വന്ന് തറയ്ക്കേണ്ടുന്നത്. പക്ഷെ ഇനി ഈ നിയമത്തിന്റെ നൂലാമാലകളെ പറ്റി ഇഴകീറിയിട്ട് പരസ്പര ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ കൾപ്രിറ്റ്സ്, ഒരിക്കലും ഞാൻ അവരെ വേട്ടക്കാരെന്ന് വിളിക്കില്ല, കാരണം വേട്ട എന്നുള്ളത് പോലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു തരത്തിൽ ജസ്റ്റിഫൈ ചെയ്യാവുന്ന കാര്യമാണ്. ക്രിമിനൽ പെർവേർട്സ് ആണ് ഇവർ, ക്രിമിനൽ പെർവേർട്സ്. ഈ ക്രിമിനലുകളെല്ലാം സംഘടിതരാണ്, എല്ലാവരും സംഘടിതരാണ്. ഞാൻ അറിയാതെ, എൻ്റെ അറിവില്ലാതെ നിങ്ങൾക്ക് അമ്മയിൽ
AMMAയിൽ മെമ്പർഷിപ്പ് കിട്ടില്ല എന്ന് ഒരു നടിയോട് ഫോണിൽ പറഞ്ഞു എന്ന് നമ്മൾ കേൾക്കുന്നത് കേരളത്തിലെ LDFന്റെ ഒരു MLA ആയിട്ടുള്ള സിനിമാ താരമായിട്ടുള്ള മുകേഷിനെതിരെയാണ്. അത്രയും സംഘടിതരാണ് ആ ഗ്യാങ്. അത്രയും സംഘടിതരായിട്ടുള്ള ഈ പെർപെട്രേറ്റേഴ്സിന്റെ ക്രിമിനൽ പെർവേർട്സിനെതിരെ ശക്തമായി തന്നെ കേരളത്തിലെ സർക്കാരും സകല രാഷ്ട്രീയ പാർട്ടികളും കലാകാരന്മാരും നിൽക്കേണ്ടുന്ന ഒരു കാലമാണിത്, ഒരു സമയമാണിത്. അതിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററിയിൽ നാളെ എഴുതപ്പെടും. കേരളത്തിലാണ് ഇത് തുടങ്ങിയത്. ഈ ശുദ്ധീകരണ പ്രക്രിയ, ക്ലെൻസിങ് പ്രോസസ്സ് തുടങ്ങിയത് സിനിമയിലാണെന്ന് നാളെ എഴുതപ്പെടും. അതിൽ അഭിമാനിക്കാൻ പറ്റും നമുക്ക് എന്നുള്ളത് പൃഥ്വിരാജിന്റെ വാക്കുകളിലായിരുന്നാലും, അല്ലെങ്കിൽ നോക്കൂ, ഗായത്രി വർഷയെ പോലെയുള്ള വളരെ വളരെ കൃത്യമായ ഇടതുപക്ഷ നിലപാടുകളുള്ള, ശ്രീലേഖ മിത്രയെ പോലെയുള്ള കൃത്യമായ കമ്മ്യൂണിസ്റ്റ് അലീജിയൻസ് ഉള്ള ഇന്നിപ്പോ അവസാനത്തെ റിവലേഷൻ വന്നിരിക്കുന്നു. ശ്രുതി ശരണ്യം അന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എങ്ങനെയാണ് സിനിമയിലെ വിമൻ എംപവർമെന്റ് നടപ്പിലാക്കുന്നതെന്നും അത്തരത്തിലുള്ള സാമ്പത്തിക സഹായം വരെ എങ്ങനെയാണ് ശ്രുതി ശരണ്യം എന്നുള്ള ഒരു പ്രതിഭാധനയായിട്ടുള്ള സംവിധായികയ്ക്ക്, സംവിധായികയ്ക്ക് കൊടുത്തു എന്നുള്ളതും. ആ ശ്രുതി ശരണ്യം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. VK പ്രകാശ് എന്ന് പറഞ്ഞ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, വളരെ ടാലന്റഡ് ആയിട്ടുള്ള, ഞാനത് ആ കഴിവ്, അദ്ദേഹത്തിന്റെ കഴിവുകൾ നമ്മൾ കുറച്ച് കാണേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് വന്നിരിക്കുന്നു. ഈ ആളുകൾ പോലും പുറത്തേക്ക് വരാൻ മടിച്ചു നിന്നിരുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം എത്രത്തോളം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ എത്രത്തോളം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാത്ത സിസ്റ്റം ആയിരുന്നു നമ്മുടെ സിസ്റ്റം എന്ന് നമ്മൾ പോലും തിരിച്ചറിയുന്നത് ഈ ദിവസങ്ങളിലാണ്. ശ്രീലേഖ മിത്രയെ പോലെ ടോളായിട്ടുള്ള ഒരു അഭിനേത്രിക്ക്, ഒരു ആക്ടിവിസ്റ്റിന് ഇതുവരെയും അങ്ങനെ ഒരു പരാതി പറയാനുള്ള കോണ്ടെക്സ്റ്റ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ശ്രുതി ശരണ്യത്തെ പോലുള്ള ഒരാൾക്ക്, ഗായത്രി വർഷയെ പോലെയുള്ള ഒരു അഭിനേത്രിക്ക് ഇങ്ങനെ ഒരു അനുഭവം തുറന്നു പറയാനുള്ള ഒരു അവസരം എത്തി എന്ന് അവർക്ക് ഇതുവരെ ബോധ്യമായിരുന്നില്ല. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിൽ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ, പോലീസിന്റെ ഇടപെടലുകൾ വലിയ ഊർജം നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തൊരു തിരിച്ചു പോക്കില്ല. വൃത്തികെട്ടവരുടെ, ക്രിമിനൽ പെർവേർട്സിന്റെ തലകൾ മണ്ണിൽ വീണുരുളുക തന്നെ ചെയ്യട്ടെ. ഇത്തരം അനീതികൾ ചെയ്യാത്ത, ഒരു പക്ഷെ ഇപ്പോഴുള്ള അവരുടെ ശബ്ദത്തിലെ തെളിച്ചം കൊണ്ട് ഞാൻ തിരിച്ചറിയുന്നു, പൃഥ്വിരാജും ടൊവിനോയും പോലെയൊക്കെയുള്ള പുതുതലമുറ സംവിധായകർ, അത് ആഷിഖ് അബു ആയിരുന്നാലും അതിന്റെ പിറകിലുള്ള ഇഷ്ടം പോലെ എക്സലന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളുണ്ട്. അവർ മുന്നോട്ട് നടത്തും മലയാള സിനിമയെ. ഈ തുടങ്ങിയിരിക്കുന്ന ചരിത്രപരമായ ഈ ഒരു മാറ്റം ഇന്ത്യൻ സിനിമയിലേക്ക് പടരും. അങ്ങനെ കേരളം എന്നുള്ളത്, മലയാള ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് കൃത്യമായൊരു മോഡൽ സെറ്റ് ചെയ്യും. അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യേണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു പരിധിവരെ കോൺഗ്രസും കൂടെ എത്തിയിട്ടുണ്ട് എന്ന് ഇവിടെ സംസാരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് ബസന്തിന്റെ വാക്കുകളിൽ നിന്ന് അറിയാൻ പറ്റുന്നുള്ള കാര്യത്തിൽ അനൽപമായ ആഹ്ലാദവും അഭിമാനവും എനിക്കുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് ഈ കൈരളി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ്, ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് കേരളത്തിലെ LDF സർക്കാരിനെതിരെയോ CPM-നെതിരെയോ ആണെന്ന് ആരെങ്കിലും അബദ്ധവശാൽ വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വിചാരം തിരുത്തേണ്ടതുണ്ട്. കാരണം പോരാടുന്ന പെണ്ണുങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ തന്നെയാണ്, ഡെസ്പൈറ്റ് ഓൾ ലിമിറ്റേഷൻസ്. കാരണം ഇത്രയും സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ജെൻഡർ ഇൻസെൻസിറ്റിവിറ്റി എന്നുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗമായ, അതുകൊണ്ട് തന്നെ അത്തരം ഒരു സർക്കാർ ആയതുകൊണ്ട്, അത്തരം ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ടും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന LDF ആണ്. LDF-ന് നേതൃത്വം കൊടുക്കുന്നത് CPIM എന്നുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്ന സ്ത്രീകളെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ പരിഹസിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതെ, വളരെ കൃത്യവുമാണ് വസന്തിന്റെ നിലപാട്. അങ്ങ് പറഞ്ഞതുപോലെ ഞാനും ആ ഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രീ പ്രേംകുമാർ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുകയാണ്. അങ്ങ് കൈരളി ആയതുകൊണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞതുകൊണ്ട് കൂടിയാണ്. വാസ്തവത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നതിന് തന്നെ കാരണം കൈരളിയാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ ലെസ്ലി ജോൺ ആണ് ഈ വിവരവുമായി ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തിയതും വിവരാവകാശ പ്രകാരം ഇതിനെ സമീപിച്ചതും ഒക്കെ. അപ്പോൾ അങ്ങനെ സർക്കാരിനെതിരെ അല്ല ഇത് എന്നുള്ളത് നമുക്ക്
നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടും ആ നിലയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ടുമാണ് കൈരളി അതിലൊരു സ്റ്റാൻഡ് എടുത്തത് എന്നത് കൂടി ഞാൻ അങ്ങയോട് അതിനോട് ചേർത്ത് വെച്ച് പറയുകയാണ്. ഞാൻ മടങ്ങി വരാം. VPP മുസ്തഫ, നോക്കൂ, വളരെ തുറന്ന രീതിയിൽ ഈ വിഷയങ്ങളെ ഇവിടെ കാണുന്നു. തീർച്ചയായിട്ടും, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഈ പരാതിയുമായി ആദ്യം മുന്നോട്ട് പോയ മാധ്യമ പ്രവർത്തകൻ ലെസ്ലി ആയിരുന്നു എന്നുള്ളത് അഭിമാനത്തോടെ നമ്മൾ അറിയേണ്ടതാണ്, പറയേണ്ടതാണ്. വിട്ടുപോയതിൽ ഞാൻ ക്ഷമയോദിക്കും. ശരി, എന്തായാലും ഞാൻ അത് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈരളിക്കോ സർക്കാരിനോ അങ്ങനെ ഒരു അജണ്ട ഇല്ല. കാരണം കൈരളി എപ്പോഴും സർക്കാരിന്റെ കൂട്ടത്തിൽ കെട്ടുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, അത് കൂട്ടിച്ചേർത്തു എന്നുള്ളത് മാത്രം. ശ്രീ VPP മുസ്തഫ, നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് വളരെ തുറന്ന മനസ്സോടുകൂടി സർക്കാരിന്റെ കൂട്ടത്തിൽ കെട്ടുന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ശരി, പ്ലീസ്. ഇല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ശ്രീ പ്രേംകുമാർ. കൈരളി TV ആയതുകൊണ്ട് ഇത് കാണുന്നവരിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാവുന്ന ശരി, അല്ല, ഞാനത് താങ്കളെ കോട്ട് ചെയ്ത് പറഞ്ഞതല്ല, ഞാനത് പൊതുവൽക്കരിച്ചൊരു പ്രസ്താവന പറഞ്ഞു എന്നുള്ളത് മാത്രം.